അതിന്റെ പൊളാരിസ് അത് ഓഫറിലുള്ള 3 രൂപ 4,590 ഓഫറിലിട്ടേക്കണേ. നമ്പർ ഒന്ന് വരുമോ? അവിടെ അവിടെ കിടാ തങ്കളത്ത്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ കുറച്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ വണ്ടിയുടെ കുറച്ച് ഐറ്റംസ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. വൈസർ, അതുപോലെ തന്നെ മിറർ, പിന്നെ ഒരു ലിവർ പ്രൊട്ടക്റ്റഡ് ഗാർഡ്, ഒരു ലിവർ ഗാർഡൊക്കെ എടുക്കണം. അപ്പോൾ ഒരു കുറച്ച് ഐറ്റംസ് ഞാൻ ഓർഡർ ചെയ്ത് എൻ്റെ കയ്യിലുണ്ട്. കുറച്ച് ഐറ്റംസ് നമ്മളിപ്പോൾ കോതമംഗലമാണ് പോണേ, അവിടെ നിന്ന് എടുക്കണം. പിന്നെ വണ്ടിയിൽ ലൂബ് അടിച്ചിട്ടില്ല, ചെയിനിൽ നിന്ന് അത്യാവശ്യം സൗണ്ട് ഉണ്ട്. അപ്പം പോണ വഴിക്ക് ഒന്ന് ലൂബ് തീർന്നും പോയി. അപ്പം പോണ വഴിക്ക് ഇവിടെ ഇപ്പോൾ ഞാനൊരു ഷോപ്പിലേക്കാണ് പോകുന്നത്. അവിടെ കയറി ഒന്ന് ഓയിൽ അടിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അവിടെ നമ്മൾ കോതമംഗലം ചെന്ന് കഴിയുമ്പം ഈ സാധനങ്ങളൊക്കെ എടുക്കാം. അങ്ങനെ വണ്ടിയുടെ ചെയിനിൽ ഓയിൽ അടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ കീരമ്പാറ ചെന്നിട്ടാണ് കോതമംഗലം പോകണം. കീരമ്പാറയിൽ നമുക്ക് ഷോപ്പിലൊന്ന് കയറാനുണ്ട്, കുറച്ച് ടാബ്ലറ്റ്സ് കളക്ട് ചെയ്യണം, എന്നിട്ട് വേണം പോകാൻ. അത് ഒരു അങ്ങനെ നമ്മൾ ഷോപ്പിൽ നിന്ന് ടാബ്ലറ്റ്സ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ വേറെ ഷോപ്പിലേക്കാണ് പോണേ. എല്ലാ എണ്ണങ്ങളും വണ്ടിയിലേക്ക് തീർന്നു കേട്ടോ. എന്തായാലും അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് ഉണ്ട് കേട്ടോ വണ്ടിക്ക്. ഇതിൻ്റെ ഈ കണ്ണിൻ്റെ അഴക അല്ലെങ്കിലും ഏതെങ്കിലും ഒരു പെമ്പിള്ളേർക്ക് ഉണ്ടോ? ഒരിക്കലും ഇല്ല. വണ്ടി ഒന്ന് ഓയിൽ ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഏകദേശം 3000 സംതിങ് കിലോമീറ്റർ ആയിട്ടുണ്ട്. 3000 ആയിട്ടില്ല, 2700 സംതിങ് കിലോമീറ്റർ ആയിട്ടുണ്ട്. മാക്സിമം 3000-നുള്ളിൽ ചേഞ്ച് ചെയ്യണതായിരിക്കും എപ്പോഴും ബെറ്റർ. പിന്നെ ഞാൻ ഒഴിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി സിന്തറ്റിക് ഓയിലാണ്. അപ്പോൾ കുറച്ച് ഹീറ്റ് ആവുന്ന ഇഷ്യൂ കുറയും, കുറച്ച് ഹീറ്റിങ് കുറയും നമ്മൾ ഫുള്ളി സിന്തറ്റിക് യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞതിൻ്റെ 9 പ്രാവശ്യം ഒഴിച്ചതെന്ന് പറഞ്ഞാൽ യമലൂബ് അല്ല, ഇപ്പം ഞാൻ ഒഴിച്ചേക്കുന്ന മോട്ടോറിൻ്റെ ഓയിലാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ യമലൂബ് നോക്കിയപ്പോൾ കിട്ടിയില്ല, അതുകൊണ്ടാട്ടോ ഇത് യൂസ് ചെയ്യുന്നത്. ഈ പ്രാവശ്യം യമലൂബ് തന്നെ കിട്ടുവാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാമെന്ന് കരുതിയാണ്. മറ്റേതും അത്യാവശ്യം നല്ല ഓയിലാണ്. പിന്നെ നമ്മൾ യമലൂബ് യൂസ് ചെയ്താൽ ഇച്ചിരി കൂടി നല്ലത്. അത് ഫുള്ളി സിന്തറ്റിക് ഏകദേശം 500-600-700 ആ റേറ്റാണ് തോന്നുന്നു വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നേരെ ആ ഷോപ്പിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അതെടുത്തിട്ട് ഓയിലും ചേഞ്ച് ചെയ്തേക്കാം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏത് വണ്ടി ആയിക്കോട്ടെ, കറക്റ്റായിട്ട് ഓയിൽ ചേഞ്ച് കറക്റ്റ് 3000 കിലോമീറ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സെറ്റായിരിക്കും. എൻജിൻ വൈസ് വണ്ടി പക്കയായിരിക്കും. 3000-ന് മുമ്പ് മാക്സിമം 2800-2700 എത്തുമ്പോഴത്തേക്കും മാക്സിമം ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ ഫുള്ളി സിന്തറ്റിക് ഓടിക്കുമ്പോൾ ചിലർ പറയുന്നത് 4000 കിലോമീറ്ററൊക്കെ പൊക്കോളും, 4000-5000 പൊക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയുകയാണെങ്കിൽ ഒരു 3000 താഴെ ചേഞ്ച് ചെയ്യണമായിരിക്കും എപ്പോഴും ബെറ്റർ. ഇവിടെ അത്യാവശ്യം അടി തട്ടും. വണ്ടിയുടെ അടി ഒന്ന് തട്ടി, അത്യാവശ്യം നല്ല ഹമ്പ് പോലെ നല്ലൊരു ഹമ്പാട്ടോ അത്. ഇവിടെയാണ് നമ്മൾ ഓയിൽ മേടിക്കണം. പിന്നെ വേറെ കുറച്ച് ഐറ്റംസും, ഹാൻഡിൽ ഗ്രിപ്പ് മേടിക്കണമോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നത്. അവിടെ കിടാ തങ്കളത്ത്. അവിടെ പോവാം. മേക്കളേൻ്റെ ഭാഗത്തല്ല, യമഹയുടെ യമലൂബ് ഉണ്ടാവും. അതെ, ഫുള്ളി സിന്തറ്റിക്. എത്ര ഫുള്ളി സിന്തറ്റിക്? എന്ത് രൂപ? മറ്റേ മോട്ടുകളുടെ മറ്റേ സാധനം മതി. ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ, കൂപ്പൺ 50 രൂപ. അങ്ങനെ നമ്മൾ ഓയിൽ കാര്യങ്ങളെല്ലാം മേടിച്ചു. പിന്നെ ഓയിൽ ഫിൽറ്റർ മേടിച്ചു. പിന്നെ ഐറ്റംസ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. വൈസർ, മറ്റേ മിറർ കാര്യങ്ങളെല്ലാം എൻ്റെ ബാഗിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മേടിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഹാൻഡിൻ്റെ മറ്റേ ലിവർ തന്നെ ഗാർഡ്, പ്രൊട്ടക്റ്റഡ് ഗാർഡില്ലേ, അതാണ് മേടിക്കാനുള്ളത്. അത് ഇനിയിപ്പം ഇവിടെ കിട്ടത്തില്ല. ഇവിടെ ഇപ്പോൾ 2 കടയ്ക്കായിട്ട് കിട്ടിയില്ല. അപ്പം ഇനി തിരിച്ച് പോകണ വഴിക്ക് അത് മേടിക്കണം. ഇനി അത് തന്നെ, അല്ലെങ്കിൽ അവിടെ ലോക്കൽ വർക്ക്ഷോപ്പ് ഉണ്ടോ അവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ ഓർത്തിരിക്കുകയാണ്. മോട്യൂളിൻ്റെ ആ ബോട്ടിലിൻ്റെ അകത്ത്, അതിൻ്റെ ആ ക്യാപ്പിൻ്റെ അകത്തൊരു QR കോഡ് വരുന്നുണ്ട്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 50 രൂപ കിട്ടും. അതാണ് ഞാൻ ആ പുള്ളിക്കാരോട് ചോദിച്ചത്. യമലൂബിൽ അങ്ങനെ കിട്ടത്തില്ല. ഇതാട്ടോ നമ്മുടെ വർക്ക്ഷോപ്പ്. ഈ ഷോപ്പിലാണ് നമ്മൾ വണ്ടിയുടെ ഐറ്റംസ് എല്ലാം ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ വൈസറിന് ഒരു ഇളക്കമുണ്ട്. ആ നോസിൻ്റെ കറക്റ്റായിട്ടല്ല, അതിൻ്റെ ഒരു തുമ്പറ്റ ലൈൻ വന്നത് കണ്ടോ, ഒരു ഇളക്കമുണ്ട് ഇതിന്.
അതുകൊണ്ടത് ചേഞ്ച് ചെയ്യാം. നമ്മൾ സ്റ്റോക്ക് വൈസർ വെക്കുവാണ്. ഇത്ര ഐറ്റംസാണ് ഞാനിപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ ഡ്യൂക്കിൻ്റെ മിറർ, പിന്നെ ഇതാണ് നമ്മുടെ വൈസർ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഇത് ശരിക്കും 300 സംതിങ് ആണ് വരുന്നുള്ളൂ. ഇത് അത്യാവശ്യം കുഴപ്പമില്ല, എന്നാലും എനിക്ക് അത്ര ഫിനിഷ് എനിക്ക് ഫീൽ ചെയ്തില്ലെങ്കിലും 300 ഉണ്ട്. ഇത് പിന്നെ ഇത് നമ്മുടെ യമലൂബിൻ്റെ ഓയിൽ, ഇപ്പോൾ ഇത് 3 പിന്നെ ഇത് നമ്മുടെ ഓയിൽ ഫിൽറ്ററും. ഇത്ര സാധനങ്ങളാണ് ഞാനിപ്പോൾ നിലവിൽ ചെയ്യാൻ പോകുന്നത്. മറ്റേ ഗാർഡ് കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല, ലിവർ ഗാർഡൊന്നും, അത് മേടിക്കണം. വൈസറും മിററും മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളെങ്കിലും ശരിക്കും വണ്ടിയുടെ ലുക്ക് ശരിക്കും മാറി. വൈസറും മിററും ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കാണുമ്പോൾ ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യണത് മിററിൻ്റെ ആണെന്നാണ് എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഫീൽ ചെയ്തത് കണ്ടപ്പോൾ. വൈസറും ഏതായാലും കൊള്ളാം. ചിലർക്ക് എനിക്ക് തോന്നുന്നു മറ്റേ വൈസർ ആയിരിക്കും എന്ന് തോന്നുന്നു കൂടുതൽ ഇഷ്ടം. എനിക്ക് ആ വൈസർ ഇഷ്ടമായിരുന്നു, പക്ഷേ അത് ശരിക്കും സ്ക്രൂ ചെയ്ത് കയറ്റി പറഞ്ഞതിൽ എനിക്കിപ്പോൾ ആ സ്ക്രൂ ചെയ്ത് കയറ്റിയാണ് പീസിലൊക്കെ ഹോളാണ്. അപ്പോൾ അതും ചേഞ്ച് ചെയ്യണമെന്ന് ഓർത്തായിരിക്കണം. അപ്പോൾ ഞാൻ നേരെ ഇപ്പോൾ പോണത് യമഹയുടെ ഷോറൂമിലേക്കാണ്. അവിടെ പോയിട്ട് നമ്മുടെ ആ സ്ക്രൂ ചെയ്ത ആ ഒരു പീസും അത് മാറ്റി കളയണം. പിന്നെ നമ്മുടെ ഐയുടെ ഗ്ലോസി ബ്ലാക്ക് അല്ല, ഇതിന് വരുന്ന മാറ്റ് ബ്ലാക്കാണ്. നമ്മുടെ V2-നൊക്കെ ഗ്ലോസി ബ്ലാക്കാണ് വരുന്നത്. അപ്പം ഷോറൂമിൽ ചെന്നിട്ട് ആ 2 പീസ് കൂടി ഓർഡർ ചെയ്യാമെന്ന് കരുതിയാണ്. ഇതാണ് നമ്മുടെ യമഹയുടെ ഷോറൂം. അപ്പോൾ ഇവിടെ ഓർഡർ ചെയ്തിട്ട് എല്ലാ ഐറ്റംസും ഓർഡർ ചെയ്തിട്ട് പോകാമെന്ന് കരുതിയാണ് ഇരിക്കണേ. മിക്കവാറും ഐറ്റംസ് സ്റ്റോക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ എടുക്കും. സ്റ്റോക്ക് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എങ്ങനെ പോയാലും 10 ദിവസത്തിലൊക്കെ മേളിൽ വരും. സ്റ്റോക്ക് ഉണ്ടായാൽ മതിയായിരുന്നു. MTയുടെ ആ ലൈറ്റ് ഒന്ന് ഓർഡർ ചെയ്യാനാണ്. ഐയുടെ എപ്പോൾ വരും? വിളിച്ച് ഓർഡർ ചെയ്യാൻ പറ്റും, നമ്പർ ഒന്ന് വരും. അങ്ങനെ ഞാൻ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ കണ്ണിൻ്റെ 2 പീസും പിന്നെ സെൻറ്ററിലെ നോസിൻ്റെ പീസുമാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അതും ഗ്ലോസി ബ്ലാക്കാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അത് ആ സെൻറ്ററിലെ നോസിൻ്റെ പീസ് ഗ്ലോസി ബ്ലാക്ക് ഇല്ല, അത് ശരിക്കും മാറ്റ് ബ്ലാക്ക് ഉള്ളൂ. അത് നമ്മൾ അയച്ച് അല്ലാണ്ട് കൊണ്ട് എക്സ്ട്രാ പെയിൻറ്റ് ചെയ്യണം, ഗ്ലോസി ആക്കണം. അതിൻ്റെ 2 പീസ് ഗ്ലോസി ബ്ലാക്കാണ് ഓർഡർ ചെയ്തേക്കുന്നത്. സ്റ്റോക്ക് ഇരിപ്പുണ്ട്, പക്ഷേ ഇരിക്കണത് ബ്ലൂ കളർ എങ്ങാണ്ട അതിയുടെ പീസ് ഇരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ബോറായിരിക്കും. നമുക്ക് ബ്ലാക്ക് ആണല്ലോ വേണ്ടേ, ഗ്ലോസി ബ്ലാക്ക് തന്നെ വേണം. അപ്പോൾ ഐറ്റംസ് 17 ദിവസമാണ് അവർ പറഞ്ഞേക്കണേ. 17 ദിവസം ഇച്ചിരി ലോങ് ആണെങ്കിലും കുഴപ്പമില്ല. ഞാൻ അത്യാവശ്യം കുറച്ച് അഡ്വാൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ അത്യാവശ്യം വണ്ടിയുടെ സ്റ്റമ്പ് ഇല്ലേ, ഫ്രണ്ടിൽ നമ്മുടെ സ്റ്റമ്പ് USD ഫോക്ക് ആക്കാൻ ചാൻസ് ഉണ്ട്. ഗോൾഡൻ സ്റ്റമ്പ് ആക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അതിന് ഏകദേശം എങ്ങാണ്ട് 12 13 റൗണ്ട് ചെയ്ത ഒരു 15 താഴെ അങ്ങനെ അത്രയും റേറ്റ് വരും. അപ്പോൾ അതുകൂടി ചേഞ്ച് ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതുകൂടി ചേഞ്ച് ചെയ്യാൻ ഓർത്തിരിക്കുകയാണ് അത്യാവശ്യം. പിന്നെ മഡ് ഗാർഡ് നമ്മുടെ ഡ്യൂക്ക് 250യുടെ 200 എനിക്കിഷ്ടമാണ്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഡ്യൂക്ക് 250യുടെ മഡ് ഗാർഡ് അല്ലെങ്കിൽ ഡ്യൂക്ക് 200ൻ്റെ. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം സെറ്റ് ചെയ്യാനാണ് പ്ലാൻ. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം 250 ആണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇവിടെ ഒരുത്തനുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പം അവനിപ്പോൾ വണ്ടി കണ്ടിട്ട് കുറച്ച് കാലമായി. ഇപ്പോൾ ഈ മിറർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇവൻ ജസ്റ്റ് അവനെ ഒന്ന് കാണിക്കാമെന്ന് കയറി. അവനിവിടെ വർക്ക്ഷോപ്പിലാണ്, നമ്മുടെ മാരുതിയുടെ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവനെ ഒന്ന് വിളിച്ചിറക്കിയിട്ട് വണ്ടി ഒന്ന് കാണിച്ചു നോക്കാം. അവൻ വണ്ടി കണ്ടിട്ട് അവൻ എന്താ പറയുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ സ്റ്റമ്പിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ബ്ലാക്ക് കളർ അടിക്കാൻ പ്ലാൻ ഉണ്ട് കേട്ടോ. സ്റ്റിക്കർ ഒട്ടിക്കാൻ, കളർ പെയിൻ്റ് അല്ല, സ്റ്റിക്കർ ഒട്ടിക്കാൻ പ്ലാൻ ഉണ്ട്. അതൊന്ന് ചെയ്യണമെന്ന് ഓർത്താണ്. പറ്റുവാണെങ്കിൽ അത് ഇന്ന് തന്നെ ഞാൻ ചെയ്യും. പിന്നെ മറ്റേ ലിവർ ഗാർഡ് അതും ഇന്ന് തന്നെ മേടിക്കും. അത് നമ്മുടെ അവിടെ ലോക്കൽ വർക്ക്ഷോപ്പിൽ നിന്ന് സെറ്റ് ചെയ്യാം. ഇല്ല എങ്ങനെയുണ്ട്? അല്ല ഇതിനൊക്കെ വ്യത്യാസമുണ്ട്. സെറ്റായില്ല വണ്ടി, സെറ്റായി കുഴപ്പമില്ല. ഇങ്ങോട്ട് പോടാ. എൻ്റെ മോനെ റെള്ളയിൽ അടിച്ചാ മോനെ. എന്ത് പ്രശ്നം? അവൻ പറയുന്ന വണ്ടി ഓടിച്ചിട്ട് വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്. എനിക്ക് ഓടിക്കുമ്പോൾ എന്തൊക്കെയോ അവന് ഫീൽ ചെയ്യുന്നു. വേറെ ഒന്നുമല്ല, ഒത്തിരി നാളെ അവൻ ഈ വണ്ടി ഓടിക്കാണ്ടൊന്നും ഓടിച്ചിട്ടാണ്. എൻ്റെ വണ്ടിക്ക് വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന ബ്ലാക്ക് പാന്തർ ഷോപ്പ് ഉണ്ടോ, ഈ ഷോപ്പിലേക്കാട്ടോ വന്നത്. എനിക്ക് കുറച്ച് ഐറ്റംസ് നോക്കാണ്ട്. ഒരു ഹെൽമെറ്റ്, ഞാനൊരു ഹെൽമെറ്റ് നോക്കി വെച്ചിട്ടുണ്ട്. അത് വന്നു, അത് ഞാൻ വന്നപ്പോൾ ആ സംഭവം ഇല്ലായിരുന്നു റെഡെക്സിൻ്റെ. അപ്പോൾ അതുണ്ടോ ഇല്ലയോ നോക്കണം. പിന്നെ നമ്മളിപ്പോൾ മെയിനായിട്ട് ആ ലിവറിൻ്റെ ആ പ്രൊട്ടക്റ്റഡ് ഗാർഡ് മേടിക്കാനാണ് മെയിനായിട്ട് വന്നത്. ഈ ലിവർ ഗാർഡ് ഉണ്ടോ? റെഡും ബ്ലൂ ഉള്ളൂ.
റെഡ് വേണ്ട, അത് വേണ്ട, ബ്ലാക്ക് ബ്ലാക്ക് മതി. നല്ലതാണ്. ഇതിൻ്റെ ബ്ലാക്കിൻ്റെ ഇതല്ല വേറെ ഡിസൈൻ ഡിസൈൻ അങ്ങനെയില്ലടാ. പിന്നെ ഇതുള്ളൂ അതുള്ളൂ അല്ലേ. മറ്റേ റെഡക്സിൻ്റെ വന്നായിരുന്നോ? സൈഡെക്സ് സ്റ്റോക്ക് ഔട്ടാ. ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്ത് ആദ്യമൊക്കെ സ്റ്റോക്ക് വരുമായിരുന്നു. ആണോ? മറ്റേ കെവൈറ്റിയുടെ ഉണ്ടോ? കെവൈറ്റി ഇല്ല, നമ്മൾ കെവൈറ്റി ഇല്ല. റൈഡെക്സ് ആക്സോറസ് ഉണ്ട്. എം ടി ഇല്ല. റെഡക്സിൻ്റെ പറഞ്ഞതിന് വന്നെ ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്ത് ആദ്യം നോക്കി. ഇപ്പോൾ മാസാവസാനമായില്ലേ, അപ്പോൾ തരുന്നുണ്ടാവും. ഓ, ഈ അതിനൊക്കെ എത്ര റേറ്റ് വരും? ആക്സോറ ഇത് 494. റൈഡെക്സ് വരുമ്പോൾ 6290. അതിന്റെ പോളാരിസ് അത് ഓഫറിലുള്ള 3 രൂപ സിംഗിൾ വൈസർ. 4590 ഓഫറിൽ ഇട്ടേക്കണേ. ഇത് ഓൾഡ് മോഡലല്ലേ ശരിക്കും? കറങ്ങിട്ട് കുറച്ചായതാ. അതിൻ്റെ നെക്സ്റ്റ് മന്ത്. അങ്ങനെ നമ്മൾ ലിവർ ഗാർഡ് എടുത്തു. ആ ഫുൾ ബ്ലാക്കാണ് എടുത്തത്. എനിക്ക് അതാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇനിയിപ്പോൾ ടൈമില്ല, നമുക്ക് അവിടെ ലോക്കൽ വർക്ക്ഷോപ്പിൽ നാളെ എങ്ങാനും ചെന്നിട്ട് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റമ്പ് സ്റ്റിക്കർ ഒട്ടിക്കണം. സ്റ്റമ്പ് ബ്ലാക്ക് ആക്കണമെന്ന് പറയുന്നത്, അതും ചെയ്യാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ നാളെ ചെയ്യാമെന്ന് കരുതിയിരിക്കുകയാണ്. ഇപ്പം ക്ലൈമറ്റ് ശരിക്കും മഴ വരാൻ ചാൻസ് ഉണ്ട്, ഒത്തിരി ടൈമായി. അതാണ് ഞാൻ പിന്നെ ബാക്കി പരിപാടിയൊക്കെ നാളെ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഹെൽമെറ്റൊക്കെ അത്യാവശ്യം നല്ല ഓഫറുണ്ട് കേട്ടോ. റൈഡെക്സിൻ്റെ ഹെൽമെറ്റ് കണ്ടില്ല, 5 രൂപ അടുത്ത് റേറ്റ് വന്ന ഹെൽമെറ്റ് പുള്ളി 3 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ റൈഡെക്സിൻ്റെ ഇപ്പോൾ ഏറ്റവും ടൈറ്റാനിയം മോഡലുണ്ട്, ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. അത് രണ്ടും സ്റ്റോക്ക് ഔട്ടാണ്, വന്നിട്ടില്ല. അപ്പോൾ അത് വരുമെന്നാണ് പറഞ്ഞത്. ഞാൻ അതാണ് നോക്കുന്നത്. പിന്നെ ഹെൽമെറ്റ് എന്തായാലും ഒരെണ്ണം നോക്കണം. അപ്പം ഈ ലോങ്ങൊക്കെ പോകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ടൊരു ഹെൽമെറ്റ് വേണം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന നമ്മുടെ വെഗ ബോൾട്ട് അതിൻ്റെ ഒരു ബ്ലാക്ക്, ഗ്ലേസി ബ്ലാക്ക് അല്ല, ബ്ലാക്കും ഒരു ഡിസൈനും യെല്ലോ കളർ ഡിസൈനും ചേർന്ന ഹെൽമെറ്റാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള മോഡിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.